ഏത് രാത്രിയിലും വിളിച്ചിട്ട് വാ ചായ കുടിക്കാൻ പോ, ഇല്ലേ കറങ്ങാൻ പോ എന്നൊക്കെ പറയുന്ന ഫ്രണ്ട്സ് ഇല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇത് എനിക്ക് മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ ഇതേപോലെയുള്ള സൗഹൃദങ്ങളുണ്ട്. ആ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൗഹൃദ വലയത്തിനുള്ളിലാണ് നമ്മളായിട്ട് മാറുന്നത്. കാരണം നമ്മുടെ ശരിക്കുള്ള സ്വഭാവം അവർക്കറിയാം, നമ്മുടെ ഉടായ്പകൾ അറിയാം, എല്ലാം അവർക്കാണ് അറിയാവുന്ന ഏറ്റവും നമ്മളെ കൂടുതൽ. കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മളെ കൂടുതൽ അതുപോലെ ഡീമോട്ടിവേറ്റ് എന്തോന്നടേ കാണിക്കണത് അങ്ങനെ പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്. പിന്നെ ഓരോ വേറെ പ്രശ്നത്തെ കൊണ്ട് ചാടിക്കുന്നതും ഇവർ തന്നെ, പിന്നെ അവിടെ നിന്ന് രക്ഷിച്ചു കൊടുക്കും. അതെ, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കാണും. ആ ഒരാളായിരിക്കും ആ ഒരു ടീമിനെ മുഴുവൻ, ആ ഒരു ഗ്യാങ്ങിനെ മുഴുവൻ വേറെ ലെവലിൽ കൊണ്ടാക്കുന്നത് അല്ലേ? അതെ, ഏറിൽ കയറ്റാനും. പൊട്ടത്തരങ്ങൾ ആ, പറയാന്, അതെ പൊട്ടിച്ചിരിപ്പിക്കാന്, അങ്ങനെയുള്ളവർ. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് അല്ലേ? അതെ അതെ. അങ്ങനെ അതുപോലെ നമ്മുടെ ഫോണിൽ വാട്സാപ്പിൽ ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ ഉള്ളത് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. അതെ, കൂട്ടുകാർക്ക് വേണ്ടി തന്നെയാണ്. സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് അല്ല, പഴയ സ്കൂളിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, ആ, അതുപോലെ കോളേജിലെ ഫ്രണ്ട്സിന്, ഹോസ്റ്റലിലെ ഫ്രണ്ട്സിന്, പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഫ്രണ്ട്സിന് അങ്ങനെ അങ്ങനെ. പിന്നെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് നമ്മളെപ്പോഴും പറയുന്നത്. അതേപോലെ വളരെ നീണ്ട കാലത്തെ ആ ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ധാരാളം പേരുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ഗെറ്റ് ടുഗദർ നടത്തി പിന്നീട് ഓർമ്മകൾ പുതുക്കുന്നവരുണ്ട്. ഉം. എന്തായാലും നമ്മൾ ഇന്ന് സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ നന്മ വളരെ മാത്രം കുറച്ച് ആഗ്രഹിക്കുന്നത് പേരേ ഉള്ളൂ. അതെ. വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരിക്കും ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ളത്. ഉം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ചേർത്ത് പിടിച്ചോണം, കൈവിട്ട് കളഞ്ഞേക്കരുത്. യെസ്. ഇന്നിപ്പോ നമ്മൾ ഇതെല്ലാം പറയാൻ കാരണമുണ്ട്. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. യെസ്, 2011 UN ഡിക്ലെയർ ചെയ്തതാണ് ജൂലൈ 30 ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നുള്ളത്. അതേപോലെ തന്നെ ചില രാജ്യങ്ങളിൽ ഓഗസ്റ്റ് ആദ്യ ഞായറാഴ്ചയാണ്. എസ്പെഷ്യലി നമ്മുടെ രാജ്യത്ത് അതെ. നമ്മൾ പക്ഷെ ആഘോഷിക്കുന്ന ഓഗസ്റ്റിലെ ഫസ്റ്റ് സൺഡേ ആണ്. അതെ, പക്ഷെ അങ്ങനെ അത്രയും ദിവസം ഒന്നും നോക്കി നിൽക്കണ്ട. അതെ, ഇന്നിപ്പോ ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണല്ലോ, അതുകൊണ്ട് ഇന്ന് നമുക്ക് വിഷയത്തേക്കാം. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് മെൻഷൻ ചെയ്ത്, അല്ലെങ്കിൽ അവർക്കൊന്ന് ഒരു ഹായ് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഹാപ്പി ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലെങ്കിൽ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് വിഷ് ചെയ്ത് ഒന്ന് സൗഹൃദം പുതുക്കാം. അന്നേരവും കളിയാക്കും. എന്തോന്ന് ഡേ, സാരമില്ല, അതൊക്കെ എൻജോയ് നീ ചെയ്യും. എവിടെയായിരുന്നു, നീ ചത്തെന്നാ ഞാൻ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ ചേർത്ത് പിടിച്ചോളൂ. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും 90.8 റേഡിയോ മീഡിയ വില്ലേജ്. അറിയാം പറയാം ഇമ്പമോടെ കേൾക്കാം.